അപ്പോൾ നമ്മളിന്നൊരു പൂമീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു മീഡിയം സൈസിലുള്ള പൂമീൻ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 5-8 ഉള്ളി എടുത്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2-3 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ചേർക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളി മുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു 1/4 മുറി തേങ്ങ ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 പുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ പൂമീൻ കറി ഇവിടെ തിളച്ച് വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.